ഇന്നൊരു മാങ്ങ പീങ്ങൽ ബ്ലോഗാണ് കേട്ടോ. ഒരു ദിവസം രാവിലെ തന്നെ അഞ്ചന്മാരെല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ. പേരൻ്റെ മുറ്റത്ത് ഇങ്ങനെ വന്ന് നിൽക്കണം. ഏറ്റവും അങ്ങോട്ട് എത്തൊക്കെ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വർത്താനം പറയാൻ വേണ്ടി ഞാനും കൂടിട്ടോ. വർത്താനം പറഞ്ഞോടുപോയി ഞമ്മക്കത്തേം തിന്നാണ്ടാക്കിയാലോ എന്നുള്ളൊരു വർത്താനത്തിലെത്തിട്ടോ. അങ്ങനെ നേരെ വിട്ടിട്ടോ അയലക്കത്തുള്ള മാവിൻ്റെ ഒട്ടിക്ക്. ഞാൻ തന്നെ വലിഞ്ഞ് കയറിയിട്ടോ മാവല്. അതുമാതിരി കുറേ പോത്ത മാങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ കുലുക്കിയൊക്കെ നോക്കി അധികം കൊഴിഞ്ഞാടില്ല കേട്ടോ. ഞെട്ടിയുറപ്പ് നല്ലോണം മാങ്ങയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചുള്ളിക്കൊമ്പ് താഴത്തുനിന്ന് ഓടുന്ന സംഘടിപ്പിച്ചാട്ട് അതിനോട് കുറേ തച്ച് കൊഴിച്ചാട്ട് ഇട്ടിട്ടോ. ഈ ചങ്ങാതിൻ്റെ അവിടെ മാങ്ങയും ചക്കിയൊക്കെ കുറേ ഉണ്ടല്ലോ നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയാൻ കാരണം കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചാൽ ഇട്ടിച്ച് കൊണ്ടുവന്ന് തരുമോ, ചക്ക കൊണ്ടുവന്ന് തരുമോ, മാങ്ങ കൊണ്ടുവന്ന് തരുമോ എന്നൊക്കെ. ഇതൊന്നും എൻ്റെ അടുത്തൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ആരാൻ്റെ മുതലാണ്. അപ്പം നിങ്ങൾ പറയും കട്ടർച്ചാട്ട് ഇതൊന്നും ഉണ്ടാക്കാത്തൂലാന്ന് കേട്ടോ. പക്ഷേ ഇത് കട്ടർച്ചാലും അല്ല കേട്ടോ. ഇതൊക്കെ ചോദിച്ചാട്ടൻ കേട്ടോ ഞാൻ പറിച്ചത്. അങ്ങനെ നമ്മളെ ആവശ്യത്തിനുള്ള മാങ്ങ കിട്ടിയെന്ന് കണ്ടപ്പോൾ ഞാൻ എല്ലാം അങ്ങോട്ട് കീഞ്ഞിറങ്ങിട്ടോ മാവ് വന്ന്. അതിനാത്രം വലിപ്പമൊന്നുമുള്ളൊരു മാവല്ല കേട്ടോ. ചെറിയൊരു മാവാണ്. ഇതാണ് കേട്ടോ നമ്മളെ മാങ്ങ. പോത്തുളുമ്പി നല്ല മഞ്ഞ കളറായി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുഴുവൻ മടക്കത്തേക്ക് പുറക്കിടാൻ പറഞ്ഞിട്ട് അഞ്ചന്മാരോട് ഞാൻ ഓലിൻ്റെ മടക്കത്തേക്ക് ആക്കിയിട്ടോ. അങ്ങനെ ആവും മടക്കത്ത് ചോടട്ടിയായിട്ട് ഞാൻ അങ്ങ് നടന്ന് നീങ്ങിട്ടോ. കുറച്ചധികം ആൾക്കാരുള്ളതുകൊണ്ട് ഒരു 10 രൂപ മാങ്ങ തന്നെ പറിച്ചു കേട്ടോ ഞാൻ. അങ്ങനെ മുഴുവൻ അങ്ങുണ്ടായിട്ട് ചെരിഞ്ഞായിട്ട് ഒരു ചെമ്പട്ടിക്ക് ആക്കിയിട്ടോ. ചെമ്പട്ടിക്കാക്കി നേരെ പൈപ്പിൻ്റെ ഒട്ട് കൊണ്ടായിട്ട് നല്ലോണം തേച്ചൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെയാണ് ഈ മാങ്ങൻ്റെ ഒരു നിറം നോക്കിയാണ് നിങ്ങൾ സ്വർണ്ണത്തിൻ്റെ ഒരു നിറല്ലേ നിച്ച അങ്ങനെ തോന്നുകയാണോ പൊടിയില്ല. അങ്ങനെ മാങ്ങ തേച്ചക്കലൊക്കെ കഴിഞ്ഞാട്ട് നേരെ കജ്ജിക്ക് എടുത്തായിട്ട് അതിൻ്റെ ഞെട്ടി ചെത്തിട്ടോ. ഞെട്ടി ചെത്തിട്ടായിട്ട് കത്തിയോണ്ട് ഇതേപോലെ നമ്മൾ മത്തിമേ വരക്കണ മാതിരി 4 തലക്കൽ ഓരോ ബരട്ടെടുത്ത് പെങ്ങളാടുന്ന് മാങ്ങ പീങ്ങിയെ കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടപ്പോൾ അന്ന് എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന്. അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഇൻസ്റ്റേക്കത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ മുറ്റത്ത് കുറച്ച് സ്ഥലം കളിച്ചാട്ട് 3 ഇഷ്ടിക ഇതേപോലെ കുത്തി ചാരിച്ചായിട്ട് ഒരു അടുപ്പ് ഉണ്ടാക്കിട്ടോ. അങ്ങോട്ട് അതിൽ കുറച്ച് വെണ്ണൂറ് ഇട്ടെടുത്ത് പിന്നെ ഔത്തായിട്ട് നേരെ എൻ്റെ കസായ കുടുക്ക അങ്ങോട്ട് എടുത്തിട്ടുണ്ടോന്ന് കേട്ടോ. കുടുക്ക അടുപ്പത്തെ ചോക്കിപ്പോൾ നല്ല പാകം തന്നെ കേട്ടോ. പിന്നെ നേരെ വെളുക്കമ്മേ തിരിച്ചെത്തി ചോലോടിമൊക്കെ എത്തിച്ചാട്ട് പിന്നെ വെറുംകൊള്ളി എടുത്താട്ട് അടുപ്പ് നല്ലോണം സെറ്റാക്കി കത്തിച്ചുണ്ടാക്കിട്ടോ. മുറ്റത്തായതുകൊണ്ട് 4 തലക്കൊന്നും കാറ്റടിച്ചുമ്പോൾ തിരിച്ച് വേഗം കേടുണ്ട് കേട്ടോ. അങ്ങനെ ആ കുടുക്ക കുറച്ചൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ശർക്കരയാണേക്ക് ഇങ്ങനെ ഇട്ടെടുത്തിട്ടോ. ഇനിയിപ്പോൾ ആ ശർക്കര ഒക്കെ നല്ല ഉരുകിയായിട്ടൊരു വെള്ളം പോലെ ആയി വരുന്നു കേട്ടോ. നല്ല ഉരുകി അതിലൊരൊറ്റ തരി പോലും ശർക്കര ഇല്ലാതാണ്. അതിന് നമ്മൾ നല്ലോണം തിരിച്ചെത്തിച്ചു കൊടുക്കണം കേട്ടോ ആദ്യം. അങ്ങനെ ശർക്കരയാണയൊക്കെ നല്ല ഉരുകി വന്നപ്പോൾ പിന്നെ ഞാൻ അയക്കതാ കുറച്ച് ജീരകവും കുറച്ച് ഏലക്കായും കുത്തിട്ടെടുത്തിട്ടോ. പിന്നെ നമ്മളെ മാങ്ങയ്ക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചെടുത്തിട്ടോ. അപ്പോൾ അതിന് താറാവ് ഓടെത്തിട്ടോ. മുറ്റത്തായതുകൊണ്ട് അതിനൊരു അതിർപ്പട്ടോ. എത്തപ്പോൾ ഇവിടെ ഉണ്ടാക്കണ വിചാരിച്ചാട്ട് ആയി വരും അങ്ങനെ വന്ന് തൊള്ളാട്ടിക്കണത്. ഏതായിട്ടും ആ ശർക്കരൻ്റെ വെള്ളത്തേക്ക് ഇട്ടുകൊടുത്താട്ട് ആദ്യം തന്നെ നല്ലോണം ഇളക്കി എടുത്തിട്ടോ. എല്ലാ മാങ്ങമക്കും ആ ശർക്കര വെള്ളം ഒന്ന് നല്ലോണം പിടിച്ചിട്ട് വിചാരിച്ചിട്ടോ. ബേമ്പേയോടെ ഇളക്കാനൊന്നും കജ്ജില്ലിട്ടത് എത്തിച്ചാൽ അപ്പോൾ അതിന് നമ്മൾ അടുപ്പിൻ്റെ കല്ലും മുട്ടിയൊക്കെ ഇളകി പോകുന്നുണ്ടിട്ടോ. ഏതായിട്ടും കുത്തിരുന്നൊക്കെ ഞാൻ കുറേ മനക്കെട്ട് ഇളക്കി എടുത്തിട്ടോ. ആ ശർക്കര എല്ലായിടത്തേക്കും ഒന്ന് പിടിച്ചണമല്ലോ. എന്നിട്ട് പിന്നെ മണ്ടത്തോണ്ട് മൂടി വെച്ചായിട്ട് നല്ലോണം തിരിച്ചും കത്തിച്ചെടുത്തിട്ടോ. കാണികളൊക്കെ അവിടെ ആവേശഭരിതരായി നോക്കി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തളച്ചീണോ മറിഞ്ഞീണോ ബന്ധീണോ എന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ നോക്കണുണ്ട് കേട്ടോ. പണ്ടൊക്കെ അവിടെ പെരൻ്റെ മുറ്റത്ത് തന്നെ മാവ് മരം ഉണ്ടായി ഞാൻ നമ്മൾ നിറച്ചൊക്കെ ഉണ്ടാക്കേണ്ടായിട്ടോ. ഇപ്പം പിന്നെ മാവ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മാങ്ങയും കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് നമ്മളധികം ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട ഉച്ചയ്ക്ക്. ഏതായിട്ടും മാങ്ങ കിട്ടാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയട്ടോ. രസമുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. പണ്ടൊക്കെ നല്ല മഴയും കാറ്റും ഒക്കെ അടിച്ചിരുന്ന സമയത്ത് നമ്മൾ കുടയും ചൂടിയായിട്ടൊക്കെ ഏതെങ്കിലും തൊടുവക്ക് പാഞ്ഞ് പോയി കുറേ മാങ്ങച്ചേക്ക് പൊറുക്കിയുണ്ട് വരും. നിങ്ങൾ പിന്നെ അങ്ങോട്ട് വന്നിട്ട് ആ ഒക്കെ പീങ്ങിയായിട്ട് തിന്നിട്ടോ. ഇച്ചേക്ക് പീങ്ങി തിന്നതിൻ്റെ ഒരു രസം വേറെ തന്നെ കേട്ടോ. അവ നല്ല മയത്ത് ഇങ്ങനെ തിന്നണം കേട്ടോ. നല്ല മഴ ഇടിയൊക്കെ ഉള്ള സമയത്ത് ഔത്തുത്തിർന്നായിട്ട് ഇങ്ങനെ തിന്നുക. അവർ വേറെ രസം തന്നെ ആയി വരും കേട്ടോ. നമ്മളെ മാങ്ങമലൊക്കെ ഏകദേശം എല്ലാ സ്ഥലത്തും ശർക്കര പിടിച്ച് നല്ലോണം തളിച്ച് മറിഞ്ഞ് ബന്ധ് വരുന്നുണ്ട് കേട്ടോ. ബണ്ട് ഇറലൊക്കെ തൊടുത്തീനെ മാങ്ങ ഇങ്ങനെ ഒളിച്ചാട്ടിക്കണ ഇരി ആയനോട്ടിപ്പം. അങ്ങനെ ഞാൻ കയ്യിൽ ഇങ്ങോട്ട് എടുത്തായിട്ട് നോക്കിയിട്ട് ഓരോ മാങ്ങേൻ്റെ ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ എന്തോ ഒരു ചൊറുക്കുണ്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ. നല്ല സ്വർണ്ണ കളർ മാങ്ങ കേട്ടോ. കാണുമ്പം തന്നെ തൊള്ളയെ വെള്ളം ഊറണം കേട്ടോ. അടിയിലുള്ളതൊക്കെ നല്ലോണം ബ്ലാംബ്ലിയായി ബന്ധമാണ് കേട്ടോ. ഏതായിട്ടും വേഗമൊക്കെ ആയി എന്ന് വെച്ച് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ആ മണ്ടത്തോണ്ട് മൂടി വെച്ചാട്ട് മെല്ലെ കൈക്കലാണ്ടം കൂട്ടി പിടിച്ചാട്ട് ഔത്തുണ്ടോ വെച്ചിട്ടോ. ഇനി കുറച്ച് നേരം തിരിച്ചില്ലാതെ അടുപ്പത്ത് കിടന്നിട്ട് തണുത്ത് വരണം കേട്ടോ. ആ നേരം കൊണ്ട് ഞാനൊരു ബായൻ്റെ ഇല അങ്ങോട്ട് വെട്ടിയായിട്ട് നല്ലോണം ബാട്ടി ഉണ്ടാക്കിയിട്ടോ. പിന്നെ നേരെ നമ്മളെ മണ്ടത്ത് ഇങ്ങോട്ട് തുറന്നിട്ട് മാങ്ങ കയ്യിലാക്കിയിട്ട് ചേക്ക് കോരി ബായൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഇട്ടെടുത്തിട്ടോ. എന്തൊരു മണം മക്കളെ, നല്ല മണം കേട്ടോ. ശർക്കര വെള്ളവും മാങ്ങ പോത്തതും എല്ലാം കൂടി വരുമ്പോഴുള്ളൊരു മണവും പിന്നെ ഏലക്കായും ജീരകവും അതിൻ്റെ കൂടി ഒരു മണവും പിന്നെ ആ ബാട്ടിയ ബായൻ്റെ ഇലൻ്റെ മണവും എല്ലാം കൂടി ഇങ്ങോട്ട് ആകുമ്പോൾ റബ്ബേത്തും പറയാനില്ല കേട്ടോ. സൂപ്പർ മണം കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ നിങ്ങളെ പെരയിൽ. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ കൊലായ്മ കൊണ്ടുപോയി വെച്ചായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഒരുങ്ങലെടുത്തിട്ടോ. ആവി ഇങ്ങനെ പാറ് കേട്ടോ. കജ്ജായ്മ വെച്ചപ്പം പെരും ചൂടലും പൊള്ളലും ഒക്കെ കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തിനൊന്ന് റെസ്റ്റ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഏതായിട്ടും നമ്മൾ പീങ്ങിയ മാങ്ങ ഒക്കെ നല്ലോണം ഉഷാറായി വന്നതിനിട്ടത് കണ്ടില്ല നിങ്ങൾ.
എന്തോ ഒരു ചൊറുക്കുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് ഒരുങ്ങിട്ടോ. പക്ഷേ ചൂടിട്ടോ, കജ്ജ് പൊള്ളട്ടോ. അങ്ങനെ ആദ്യം തന്നെ മാങ്ങൻ്റെ തോലും ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ടേ വന്ന് തോലൊക്കെ വേമ്പേ ഇങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പോരുട്ടോ. നമ്മളിച്ചേക്ക് നല്ലോണം തിളപ്പിച്ച് വേവിച്ചുകൊണ്ട് ഇങ്ങോട്ട് ആ ശർക്കര വെള്ളത്തിൽ ഇങ്ങോട്ട് മുക്കിയായിട്ട് തൊള്ളായിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ ഉള്ളൊരു രസം മക്കളെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമായും ചെയ്തേനെ കേട്ടോ. നിങ്ങളെല്ലാവരും ആണെങ്കിൽ ഒന്ന് പെരയിൽ ഉണ്ടാക്കി നോക്കിട്ടോ. ഇതിനിപ്പോൾ അതിനാത്രം വലിയ ചിലവൊന്നുമില്ല കേട്ടോ. മധുരം ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ ഇത് ഇഷ്ടാവുന്നിട്ട് തോന്നണത്. കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ അതാ മാങ്ങ കുറച്ചൊക്കെ ചൂടാറി വന്നപ്പോൾ 4 തലക്കൊന്നും കജ്ജ് ഇങ്ങോട്ട് വിരലെടുത്തിട്ട് എല്ലാവരും നല്ല ഊക്കിൽ എല്ലാവർക്കും നല്ല ഊറ്റായും ചെയ്തു കേട്ടോ. കാരണം അതിനകത്തൊരു രസം ഉണ്ടായി തിന്നുമ്പം ആ അണ്ടിയൊക്കെ ഇങ്ങനെ ആ ശർക്കര വെള്ളത്തിൽ മുക്കിയെടുത്ത് ഇങ്ങനെ തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് മക്കളെ സൂപ്പർ. അപ്പോൾ നിങ്ങളും പെരയിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. കജ്ജ് ആണെന്നുണ്ടെങ്കിൽ മാങ്ങ ഉള്ളവരൊക്കെ ഒടുവിന് ഓരോരുത്തരെ കണ്ടി മുളക്കാത്ത കോലത്തിലാക്കിയെന്ന് കേട്ടോ. അപ്പോൾ മാങ്ങ പീങ്ങൽ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ.